ഈ ടെറാറിയംസ് എങ്ങനെ സിമ്പിളായി ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാമേ. ഇതേപോലൊരു ടെറാറിയം വീട്ടിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കുറച്ച് സ്റ്റോൺസ് ആണ്. നമുക്ക് ആദ്യം സ്റ്റോൺസ് ഇതിലേക്ക് ഇടണം കേട്ടോ. സ്റ്റോൺസ് ഞാൻ ഒരു ലെയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്റ്റോൺസ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പെബിൾസോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതാണ് നമ്മുടെ ഡ്രെയിനേജ് ലെയർ കേട്ടോ. അതായത് നമ്മുടെ മണ്ണിൽ വെള്ളം കൂടുതലായിട്ട് നിൽക്കുവാണെങ്കിൽ ആ വെള്ളമെല്ലാം പോയി കിടക്കുന്നത് ഡ്രെയിനേജ് ലെയറാണ്. സോ ആദ്യം നമ്മൾ സ്റ്റോൺസ് ഇടണം, അതിനുശേഷം നമ്മളൊരു മെഷ് ഇടണം കേട്ടോ, നെറ്റ് ഇടണേ. ഈ നെറ്റ് എന്തിനാണെന്നറിയാമോ? നമ്മുടെ ഈ ഡ്രെയിനേജ് ലെയറിനെയും മണ്ണിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ മണ്ണും ഡ്രെയിനേജ് ലെയറും കൂടെ മിക്സായി പോവും. സോ അതിനുശേഷം ഒരു നെറ്റ് ഇടുക. ഞാൻ ചെറിയൊരു മെഷ് ഇട്ടിട്ടുണ്ട്. ഇത് ആക്ടിവേറ്റഡ് ചാർക്കോളാണ് കേട്ടോ. ചാർക്കോൾ നമുക്കൊരു ചെറിയൊരു ലെയർ ആഡ് ചെയ്യണം. ചാർക്കോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ്. എന്തിനാണെന്നറിയാമോ? നമ്മളിത് ക്ലോസ് ചെയ്ത് വെക്കുന്ന ടെറാറിയം ആയതുകൊണ്ട് ഇതിൽ ടോക്സിൻസ് ഉണ്ടാകും. നമ്മൾ വെള്ളവും കുപ്പിയൊക്കെ കുടിച്ചിട്ട് അത് അടച്ചു വെക്കുവാണെങ്കിൽ അതിലൊരു സ്മെല്ല് ഉണ്ടാകാറില്ല. അല്ലെങ്കിൽ നമ്മുടെ വീട് അടച്ചിട്ടിട്ട് പോയിട്ട് വരുമ്പോഴേക്കും ഒരു സ്മെല്ല് ഉണ്ടാകാറില്ലേ? അതേ കണക്ക് ഇതിലും ഒരു ടോക്സിൻസ് ഉണ്ടാകാം. അപ്പോൾ ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾസ് ആ ടോക്സിൻസ് കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ലെയർ ആക്ടിവേറ്റഡ് ചാർക്കോൾ ആഡ് ചെയ്യാം. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ആദ്യം ചെയ്തത് ഡ്രെയിനേജ് ലെയർ സ്റ്റോൺസ്, അതിനുശേഷം നമ്മളൊരു മെഷ് ഇട്ടു, അതിനുശേഷം നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഇട്ടു. ഇതെൻ്റെ സോയിലാണ് കേട്ടോ. നമുക്കിനി കുറച്ച് സോയിൽ ആഡ് ചെയ്യാം. ഞാൻ ഈ വോളിലൊന്നും സ്റ്റിക്ക് ചെയ്യുന്നില്ല, ഞാൻ വളരെ ബേസിക്കായിട്ട് ഇതേപോലൊരു ടെറാറിയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സോയിൽ ആഡ് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് വുഡ് ആഡ് ചെയ്യണം. ഞാനപ്പം വുഡിൽ കുറച്ച് പ്ലാന്റ്സുകൾ വെക്കാൻ വേണ്ടി പോകട്ടോ. ബിക്കോസ് ഞാൻ ആദ്യം വുഡ് വെച്ചിട്ട് എനിക്ക് പ്ലാന്റ്സ് വെക്കുവാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ സോയിൽ കുറച്ച് ഇവിടെ സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെയാണ് ആദ്യം ഒരു പ്ലാന്റ് വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഈ പ്ലാന്റ് കണ്ടോ, ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് എനിക്കൊരു ഫ്രണ്ട് കൊണ്ട് തന്നതാണ്, നമ്മുടെ ഫൈക്കസ് പുമില. ഇത് വെക്കാം. അങ്ങനെ ഈ വുഡിനകത്ത് ഞാൻ ഈ പ്ലാന്റ്സ് ഒക്കെ സെറ്റാക്കി കേട്ടോ. ഇനി നമുക്കിതിനെ ഇതിനകത്തോട്ട് വെക്കണം. അതിനുമ്പോൾ ചെറിയൊരു പരിപാടി വരുന്നുണ്ട്. ഞാൻ ഈ മൂസ് വെച്ചിട്ട് വുഡ് വെക്കാം കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ വുഡ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ മൂസ് വെക്കാൻ കൈ അവിടം വരെ പോകത്തില്ല. ഇവിടെ നടുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇടുന്നുണ്ട് ആ വുഡ് വെക്കാനായിട്ട്. നമുക്കിനി ഈ വുഡ് അങ്ങ് പ്ലേസ് ചെയ്യാം കേട്ടോ. റിസ്ക് പരിപാടിയാണ് അമ്മേ. ഇനി ഇതിനകത്ത് നമുക്ക് ഐസോപോഡ്സിനെയും സ്പ്രിംഗ് ടേൽസിനെയൊക്കെ ഇടാം കേട്ടോ. ഇതിലാണ് എൻ്റെ ഐസോപോഡ്സ് ഉള്ളത്. ഇതാണ് എൻ്റെ ഐസോപോഡ്സ് കേട്ടോ. നമുക്കിനി ഇവന്മാരെ ഇതിലേക്ക് ഇടാം. പയ്യെ ഇട്ട് കൊടുക്കാം. കമോൺ ഗോ. ഇതാണ് നിങ്ങളുടെ വീടിന്, എൻ്റെ അല്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സ്പ്രിംഗ് ടേൽസിനെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഒരു പ്രോപ്പർ ഒരു ജംഗിൾ ആയിക്കോട്ടെ. ഇതാ കേട്ടോ സ്പ്രിംഗ് ടേൽസ്. നമുക്ക് ഇവരെ കൂടെ കുറച്ച് ആഡ് ചെയ്യാം. ഇനി നമുക്ക് വെള്ളം സ്പ്രേ ആട്ടോ. വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യണം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ലിഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക് വെച്ചാൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതാണ്ട് ഇതേപോലെ. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.